ഗാസയിൽ US മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചതായി വൈറ്റ് ഹൗസ്. ആദ്യഘട്ടം 60 ദിവസത്തെ വെടിനിർത്തൽ എന്നാണ് റിപ്പോർട്ടുകൾ. ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുന്നതിന് മുൻഗണനയുണ്ട്. അതേസമയം ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണമെന്ന നിർദ്ദേശിക്കാത്ത വെടിനിർത്തൽ പഠിച്ചു വരികയാണെന്നാണ് ഹമാസിന്റെ അറിയിപ്പ്. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ഇസ്രായേൽ മാധ്യമ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വൈറ്റ് ഹൌസ് പ്രസ്താവന പുറത്തുവരുന്നത്. കരാറിൽ ഉടൻ ഒപ്പുവെക്കുമെന്ന് ബന്ദികളുടെ കുടുംബാംഗങ്ങളോട് നെതന്യാഹു പറഞ്ഞതായാണ് ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ട്. നിർദ്ദിഷ്ട കരാറിന്റെ ഉള്ളടക്കം പുറത്തു വന്നിട്ടില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ 60 ദിവസത്തെ വെടിനിർത്തലും ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം എത്തിക്കലും കരാറിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണമെന്നടക്കം ഹമാസിന്റെ ആവശ്യങ്ങൾ കരാർ വ്യവസ്ഥകളില്ല എന്ന് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ അബൂ സുഹരി സ്ഥിരീകരിച്ചു. വ്യവസ്ഥകളിൽ അതൃപ്തിയുണ്ടെങ്കിലും കരാർ പുനഃപരിശോധിച്ചു വരികയാണെന്നും അബൂ സുഹരി റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ജനുവരിയിൽ ട്രംപ് ഭരണകൂടം അധികാരത്തിലേറുന്നതിന് തൊട്ടുമുൻപ് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പരാജയപ്പെട്ടത്. മധ്യസ്ഥ ശ്രമങ്ങൾ ശക്തമായിരുന്നിട്ടും ഇസ്രായേലും ഹമാസും തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം കരാർ പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല എന്നാണ് US അറിയിച്ചത്. ഈ 2 മാസ കാലയളവിൽ ഗാസ മുനമ്പിലേക്കുള്ള സഹായം പൂർണ്ണമായി തടഞ്ഞുവെച്ച ഇസ്രായേൽ കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്കാണ് 2 ദശലക്ഷത്തോളം സാധാരണക്കാരെ തള്ളിവിട്ടത്. ഗാസ പൂർണ്ണമായി പിടിച്ചടക്കുമെന്നും ഇതിനിടെ നെതന്യാഹു പ്രഖ്യാപനം നടത്തി. എന്നാൽ സൈനിക നീക്കങ്ങൾ തുടർന്നാൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് ജർമ്മനിയും UK അടക്കം ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതോടെയാണ് ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ വീണ്ടും കടത്തിവിട്ടു തുടങ്ങിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.